ലൈഫ് എന്ന് പറയുന്നത് തന്നെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒന്നല്ല എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. നമ്മൾ പല വ്യക്തികളാണെങ്കിലും ശരി, ലൈഫിലൊരു ഓട്ടത്തിലാണ്. ആ പറയുന്ന ഒരു ലൈഫിൻ്റെ ഓട്ടത്തിൽ ഒന്ന് ഇരിക്കുക അല്ലെങ്കിൽ ഒന്ന് സെറ്റിൽ ആകുക എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന ആ ഒരു ടൈമിൽ പലർക്കും ആ ഒരു ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താനോ അല്ലെങ്കിൽ ഉദ്ദേശിച്ച ഒരു ജീവിതം ലഭിക്കുന്നുമില്ല എന്ന് പറയുന്നൊരു പക്ഷെ പലരും ആ ഒരു ഓട്ടത്തിൽ അല്ലെങ്കിൽ പലരും വീണു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഒന്നിരിക്കാൻ വേണ്ടി ഓടുന്ന ഓട്ടത്തിൽ പലർക്കും ആ ഒരു ഓട്ടത്തിൽ എന്താ പറയുക, ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ത്രൂ ഔട്ട് ആ ഒരു ജേർണിയിൽ പലരും എന്താ പറയുക പകുതിക്ക് വെച്ച് വീണു പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ. അതുകൊണ്ട് തന്നെ ലൈഫിൽ ഒന്നും തന്നെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒന്നല്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നമ്മുടെ എന്താ അലജാൻഡ്രോ ഇനാട്രോ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ലൈഫ് ആൻഡ് ഡെത്ത് ആർ ഇലൂഷൻ, വി ആർ ഇൻ എ കോൺസ്റ്റന്റ് സ്റ്റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നൊരു ഐഡിയ ഉണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മരണത്തിലോട്ടുള്ള ആ ഒരു യാത്രയിൽ അല്ലെങ്കിൽ നമ്മൾ മെൻ്റലി ആണെങ്കിലും ശരി ഫിസിക്കലി ആണെങ്കിലും ശരി ഓരോ ദിവസവും നമ്മൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഓരോ മിനിറ്റും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ നമുക്കൊരു എന്താ എവോൾവ്മെൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൽ നിന്ന് എവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും. ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലജാൻഡ്രോ ഇനാറ്റോ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഒരു ഫിലിമുണ്ട്. പുള്ളി ഡയറക്റ്റ് ചെയ്തിട്ട് റൈറ്റ് ചെയ്തിട്ടുള്ളൊരു ഫിലിമാണ്. അപ്പം ആ പറയുന്നൊരു ഫിലിം ഈ പറയുന്നൊരു ഫിലോസഫി അല്ലെങ്കിൽ ഈ പറയുന്നൊരു ജേണിയാണ്. നമ്മുടെ ലൈഫിൽ ഓരോ സ്വപ്നങ്ങളോ അല്ലെങ്കിൽ ഓരോ ഇൻറ്റൻഷൻസോ വെച്ച് നമ്മൾ ആ ഒരു ജീവിതം റൺ ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ആ ഉദ്ദേശിച്ച ഒരു ജീവിതം പലർക്കും ലഭിക്കുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ പറയുന്ന ഒരു ക്യാരക്ടർ ഈ പറയുന്ന ഒരു ഫിലിമിലാണെങ്കിലും ഉക്സ്ബാൽ എന്ന് പറയുന്നൊരു ക്യാരക്ടർ പല സ്വപ്നങ്ങളും അല്ലെങ്കിൽ പല ആ ഒരു ഫാമിലിയോടൊത്തുള്ള ഒരു ജീവിതവും അല്ലെങ്കിൽ പല ഇൻറ്റൻഷനോട് കൂടിയിട്ടുള്ള ഒരു ലൈഫ് മുന്നിൽ കണ്ടിട്ട് ജീവിക്കുന്ന ആ ഒരു ടൈമിൽ പെട്ടെന്ന് തന്നെ പുള്ളിയുടെ ലൈഫിൽ എന്താ പറയുക ഒരു പുള്ളിക്കൊരു ക്യാൻസർ പോലുള്ള ഒരു രോഗം ഉണ്ടെന്ന് പുള്ളി അറിയുക. അതിനുശേഷം എങ്ങനെയാണ് ആ ലൈഫ് ഗോ ത്രൂ ചെയ്യുന്നതെന്ന് പറയുകയാണ്. അല്ലെങ്കിൽ അലജാൻഡ്രോ ഇനാറ്റോ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിലും ഭയങ്കര സൈക്കോളജിക്കലി എന്താ പറയുക റൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ മേക്ക് ചെയ്യുന്ന ഫിലിംസ് എല്ലാം ഒരു സൈക്കോളജിക്കലി നമ്മളെ ഭയങ്കരമായിട്ട് കണക്റ്റാണ്. ഹ്യൂമൻ ഡീപ്പായിട്ടുള്ള എമോഷൻസ് സംസാരിക്കുന്ന ഫിലിംസാണ് പുള്ളിയുടെ എല്ലാം. അതുപോലെ തന്നെ അമറോസ് വെറോസ് ഉണ്ട്, ഡീപ്ലി ഡെത്ത്, ലൈഫ് അല്ലെങ്കിൽ ഗിൽട്ട്, ഫെയ്ത്ത്, പറയുന്ന സെക്സ്, ഇതെല്ലാം സംസാരിക്കുന്ന ഒരു ഫിലിമാണ്. അതിൽ അമറോസ് വെറോസ് ഉണ്ട്, 21 ഗ്രാംസ് ഉണ്ട്. അല്ല ബ്യൂട്ടിഫുൾ എന്നൊരു ഫിലിമിലാണെങ്കിൽ ആ ഒരു മരണത്തിനെയും ഡെത്തിനെയും അല്ലെങ്കിൽ അതിനിടയ്ക്കുള്ള ആ ഒരു ലൈഫിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ആ പറയുന്ന ഒരു അലജാൻഡ്രോയുടെ ഒരു മേക്കിംഗ് തന്നെ. അതുപോലെ ലൈഫിനെ കാണുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. ആ പറയുന്ന ഒരു ആ ഒരു ഫാമിലീനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യും അല്ലെങ്കിൽ അവരെ എങ്ങനെ ആ ഒരു പുള്ളിക്ക് 2 കുട്ടികളുണ്ട്, അവരെ എങ്ങനെ കെയർ ചെയ്യും, ആളുടെ കാലശേഷം എങ്ങനെ അവർ ഗോ ത്രൂ ചെയ്യുന്ന പറയുന്ന ആ ഒരു ഐഡിയ ഒക്കെ ഉണ്ട് ആ പറയുന്ന ഒരു ഫിലിമിൽ. അത് ഡീപ്ലി സംസാരിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഒരു ഫിലിം. എനിക്ക് പറഞ്ഞാൽ തന്നെ ആ ഒരു ലൈഫ് റൺ ചെയ്യുന്ന ഒരു പോയിന്റിൽ പുള്ളി റിയലൈസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ പുള്ളിക്ക് മനസ്സിലാവാണ് പുള്ളിക്ക് ഒരു ക്യാൻസർ പോലുള്ള ഒരു അസുഖം ഉണ്ടെന്നും ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആ ഒരു ടൈമിൽ എങ്ങനെയാണ് ആ ഒരു ലൈഫ് ഗോ ത്രൂ ചെയ്യുന്നത്, അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് ഈ പറയുന്ന ഒരു ഫിലിം സംസാരിക്കുന്നത്. അലജാൻഡ്രോയുടെ ഇത്തരത്തിലുള്ള ഒരു ഫിലോസഫിയാണ് പുള്ളി സംസാരിക്കുന്നത്. ലൈക്ക് ഹ്യൂമൻസിന്റെ ഒരു സൈക്കോളജിക്കലി ഒരു എന്താ പറയുക ഡീപ്പായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ് പുള്ളിയുടെ. ഡെത്ത് ട്രിയോളജി എന്ന് പറയുന്ന ഒരു ഫിലിമുണ്ട്, 21 ഗ്രാംസ് ഉണ്ട്, അമറോസ് വെറോസ് ഉണ്ട്, ബാബൽ എന്ന് പറഞ്ഞൊരു ഫിലിമുണ്ട്. അതൊക്കെ ഡീപ്ലി ഒരു ഹ്യൂമൻ എമോഷൻസിനെയും അല്ലെങ്കിൽ ഡീപ്ലി അവരുടെ സൈക്കോളജിക്കലി അവരുടെ ഉള്ളിലുള്ള ഒരു ഐഡിയാസിനെ പുള്ളി എടുത്ത് സംസാരിക്കുന്ന ഒരു ഫിലിംസാണ്. അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഒരു ഫിലിമാണെങ്കിൽ ആ ഉക്സ്ബാൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ ഇന്റേണലി നടക്കുന്ന ഒരു സൈക്കോളജിക്കലി പുള്ളിയുടെ ഒരു എന്താ പറയുക ആ ഒരു വിഷയം അറിഞ്ഞതിന് ശേഷം ആ പുള്ളി അതിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു വിധവും പുള്ളിയുടെ ഒരു ആക്ടിങ് ആണെങ്കിലും ശരി, അതാണ് ആ ഒരു ഫിലിം സംസാരിക്കുന്നത്. ആ പറയുന്ന ഒരു ഉക്സ്ബാൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്താ പറയുക ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ പറയുന്ന ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ളൊരു എന്താ പറയുക ഇതിന് ശേഷം എങ്ങനെയാണ് ആ പറയുന്ന ഒരു ഇതിന് മോസ്റ്റ്ലി അവർ സംസാരിക്കുന്ന ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫാമിലിനെ എങ്ങനെ സെക്യൂർ ചെയ്യുക, അല്ലെങ്കിൽ പുള്ളിക്ക് 2 കുട്ടികളുണ്ട്, വൈഫുണ്ട്. വൈഫ് എന്ന് പറയുന്നത് തന്നെ വേറൊരു എന്താ പറയുക വ്യക്തിയായിട്ടുള്ളൊരു തെറ്റായ രീതിയിലുള്ള റിലേഷൻഷിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ അച്ഛനും മക്കളുമാണ് ആ പറയുന്ന ഒരു വീട്ടിൽ താമസിക്കുന്നത്. അപ്പം ആ പുള്ളിയുടെ കാലശേഷം ഈ മക്കളെ എന്ത് ചെയ്യും അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ആരാണ് ഉള്ളതെന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അത് ഡെത്ത് അല്ലെങ്കിൽ ആ പറയുന്ന ഒരു വോയിഡായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിന് മരണാനന്തരം നമുക്ക് എന്താണ് സംഭവിക്കുന്നത് അതിനെക്കുറിച്ചുള്ളൊരു ചോദ്യം, ഒരു വോയിഡായിട്ടുള്ളൊരു ചോദ്യമാണ്. ആ ഒരു ചോദ്യത്തെ പുള്ളി എന്താ പറയുക ചോദ്യം ചെയ്യുന്നവരാണ് പറയുന്നത്. ലൈഫ് ഡെത്ത് എന്ന് പറയുന്നത് തന്നെ അതിനെ അലജാൻഡ്രോ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ പറയുന്ന ഒരു ഫിലിം. നമുക്ക് കൂടുതലായിട്ടുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂസോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ് ഈ പറയുന്ന ഒരു ഫിലിമിൽ തരുന്നുണ്ട്. ഒരു സിംഗിൾ പേഴ്സണായിട്ട് ആ ഒരു ലൈഫ് ജീവിച്ചു വരുന്ന ആ ഒരു ടൈമിൽ പുള്ളി ആ ഒരു മരണത്തോടൊക്കെ അടുക്കുന്ന ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ 2-3 മാസത്തിനുള്ളിൽ ആൾ മരിച്ചു പോകുന്ന അറിഞ്ഞതിന് ശേഷം ആ ഒരു ജീവിതത്തോട് കാണിക്കുന്ന ഒരു താല്പര്യമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ആ ഒരു മരണത്തോടൊക്കെ അടുക്കുന്ന ആ ഒരു ടൈമിൽ ജീവിക്കാനുള്ള പുള്ളിയുടെ ഒരു കൊതി അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ച് പോകാനുള്ള ആ ഒരു വിഷമം, ഇതൊക്കെ ആ ഒരു പെയിനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഡീപ്പായിട്ട് ഇത് സംസാരിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഒരു ഫിലിമിൽ. അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഴിവെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
മരിച്ചു പോയവരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ പറയുന്ന ഒരു വ്യക്തിക്ക് ഈ പറയുന്ന ഒരു ഫിലിമിലുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഫ്യൂണറലായിട്ടുള്ള ഒരു ഇതിലൊക്കെ പോയിട്ട് അവർക്ക് എന്താണ് അവർ പറയാതെ പോയത്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടോ അവരുടെ വേണ്ടപ്പെട്ടവരോടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ആൾ കളക്ട് ചെയ്തിട്ട് ആ മരിച്ചുപോയ വ്യക്തികളോട് വേണ്ടപ്പെട്ടവരോടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോടോ അത് സംസാരിക്കാൻ ഒരു കമ്മ്യൂണിക്കേറ്റർ എന്ന രീതിയിൽ നമ്മൾ എന്താ പറയുക ഒരു കമ്മ്യൂണിക്കേറ്റർ എന്ന രീതിയിൽ ആ പുള്ളി വർക്ക് ചെയ്യുന്ന പോലെയാണ് ആ പറയുന്ന ഒരു ഇതിൽ. അതൊരു എന്താ പറയുക പുള്ളി കിട്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കഴിവാണ്. അവരുമായിട്ട് മരിച്ചുപോയ വ്യക്തികളുടെ അടുത്ത് ചെന്നിട്ട് അല്ലെങ്കിൽ ഫ്യൂണറലുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സിറ്റുവേഷനിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അവർക്ക് എന്താണോ പറയാനുള്ളതെന്നോ അത് കേൾക്കാനും, അത് കേട്ടതിന് ശേഷം അത് അവർ മറ്റുള്ളവരോട് സംസാരിക്കാനും അത്തരത്തിലുള്ള ഒരു ഇതൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. 25 പേര് വ്യക്തികളുടെ അടുത്ത് പുള്ളിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളി ഒരു സൂപ്പർവൈസർ എന്ന രീതിയിൽ. അപ്പം പുള്ളിക്കാണ് അവരുടെ ഫുൾ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ ആ ഒരു ജേർണിയിൽ ആ ഒരു പോകുന്ന പോക്കിൽ എന്താ പറയുക പുള്ളിയുടെ തന്നെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ആ ഒരു കുറച്ച് വ്യക്തികൾ മരിക്കുന്നതും. അതിൽ നിന്ന് പുള്ളിക്ക് നേരിടേണ്ടി വരുന്ന ഒരു ഗിൽട്ട് ഉണ്ട് അല്ലെങ്കിൽ കുറ്റബോധമുണ്ട്. പുള്ളി കാരണമാണ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ചീപ്പായിട്ടുള്ള ഹീറ്റേഴ്സ് മേടിച്ച് വെച്ചിട്ട് അതിന് ഗ്യാസ് ലീക്കായിട്ട് അത്രയും പേര് മരിക്കുന്നു. ആ പറയുന്ന ഒരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു താഴേക്കിടയിലുള്ള സൊസൈറ്റിയിലെ ഒരു ലൈഫ് പോയിന്റ് ഔട്ട് ചെയ്യുന്ന പോലെയാണ് ഈ പറയുന്ന ഒരു ഫിലിമിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിറ്റിയിലോ അല്ലെങ്കിൽ വലിയൊരു ടൗണിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ മോസ്റ്റ്ലി നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നതുണ്ട്. ആ ഒരു സിറ്റിയുടെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ലൈഫുണ്ട്. അതിലുപരി നമ്മൾ ആ ഒരു കുറച്ചും കൂടെ ഔട്ടറായിട്ട് പോയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ താഴേക്കിടയിലുള്ള ഈ മൈഗ്രേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഷെൽട്ടറോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലൈഫോ ഇല്ല. അവർ ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നു, ഡ്രഗ്സ് ഡീലിങ്സ് ഒക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലൈഫ് റൺ ചെയ്ത് അതിൻ്റെ ആ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയുടെ അതിൻ്റെ ഒരു ബാക്കിൽ എന്താ പറയുക ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള ലൈഫിൽ എന്താ പറയുക ജീവിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ടെന്ന് കാണിച്ചു തരുന്ന പോലെയാണ് ഈ പറയുന്നൊരു ഫിലിം. അതുകൊണ്ട് തന്നെ ഈ പറയുന്നൊരു ഞാൻ ആദ്യം പറഞ്ഞ തന്നെ ആ ഒരു ലൈഫിൻ്റെ ആ ഒരു മൂടി പല എന്താ പറയുക നമ്മൾ ആ ഒരു കാണുന്ന കാഴ്ചയിൽ ഭയങ്കര മൂടി ഉള്ളതോ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി വാച്ച് ചെയ്യുന്ന കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഒരു ലൈഫോ അല്ലെങ്കിൽ ആ ലൈഫ് സ്റ്റൈലോ അല്ല എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതിലും ആ ഒരു ഡാർക്ക് ആയിട്ടുള്ള സൈഡിലും ആ ഒരു ജീവിതത്തിൻ്റെ ഒരു വെളിച്ചം അല്ലെങ്കിൽ അതിലും ഒരു ബ്യൂട്ടി ഉണ്ടെന്ന് കാണിച്ചിരുന്ന ഒരു ഫിലിം പോലെയാണ് എനിക്കിത് കണ്ടപ്പോൾ. അതുപോലെ തന്നെ സിനിമോട്ടോഗ്രഫി എന്ന് പറയുന്നൊരു കാര്യം എടുത്തു പറയുന്ന ഒരു ഇതാണ് ഈ പറയുന്നത്. പുള്ളിയുടെ തന്നെ ഒരു ഫ്രണ്ടാണ് റോഡ്രിഗോ പ്രിറ്റോ എന്നാണ് ആ പറയുന്ന ഒരു വ്യക്തിയുടെ. ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള മോസ്റ്റ്ലി എല്ലാം ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള ഒരു ക്യാമറയും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കളർ ഗ്രേഡിങ് ആണെങ്കിലും ഭയങ്കര ഡാർക്ക് ഒരു ബ്ലൂ കളർ എന്നിട്ടുള്ള ഒരു ഇതുപോലെയാണ് ഈ പറയുന്ന ഒരു സിനിമ. റോഡ്രിഗോ പ്രിറ്റോയും അതുപോലെ തന്നെ പുള്ളി അലജാൻഡ്രോ ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അവർ നമ്മളൊരു ബോണ്ട് ഉണ്ട്. അവർ വർഷങ്ങളോളം അവർ ഫ്രണ്ട്സാണ്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ മോസ്റ്റ്ലി എല്ലാ ഫിലിംസും റോഡ്രിഗോ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് തന്നെയാണ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് പറയുന്ന ഒരു ഇതിൽ. അത്തരത്തിലുള്ളൊരു സ്റ്റോറിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഞാൻ ആദ്യം പറയുന്നത് ആ ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു സൈഡിലും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മോസ്റ്റ്ലി നമ്മൾ കാണുന്ന ഒരു എന്താ പറയുക കളർഫുൾ ആയിട്ടുള്ള ഒരു ടൗണോ സിറ്റിയോ ആ ഒരു ലൈഫിൽ നിന്ന് മാറിയിട്ട് അതിൻ്റെ ഒരു ഔട്ടറായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക് സൈഡിൽ ആ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു താഴേക്കിടയിൽ അല്ലെങ്കിൽ മൈഗ്രേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് വ്യക്തികളുണ്ട്. അവർക്കൊരു ലൈഫുണ്ട്. അത്തരത്തിലുള്ളൊരു ലൈഫ് കാണിച്ചു തരുന്നതാണ് ഈ പറയുന്ന ഒരു ഫിലിം അലജാൻഡ്രോ പോർട്രേ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. നമ്മൾ ലൈഫിലാണെങ്കിലും ഓരോ ഇൻറ്റൻഷനിലും എന്താ പറയുക ഓരോ സ്വപ്നങ്ങളിലും മുന്നോട്ട് പോകുന്നു. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞു വെച്ചതും ഇത് തന്നെയാണ്. നമുക്ക് പലയിടത്തും അല്ലെങ്കിൽ പലർക്കും ആ ഒരു ഉദ്ദേശിച്ച ലൈഫ് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഓട്ടത്തിനിടയ്ക്ക് പലരും വീണു പോകുന്ന ഒരു സിറ്റുവേഷൻ. അതാണ് ഈ പറയുന്ന ഒരു ഫിലിം. വർഷങ്ങൾക്ക് മുമ്പ് ആളുടെ മനസ്സിലോട്ട് പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്യാരക്ടറുമായിട്ട് ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സംസാരിക്കുക, അങ്ങനെ അത്തരത്തിലുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആളുടെ കൂടെ അല്ലെങ്കിൽ ആ ഒരു വർഷങ്ങളോടെ ആളുടെ കൂടെ ഇരുന്ന് തന്നെ ആ പറയുന്ന ഒരു വ്യക്തി ആ ഒരു പ്രോസസ്സിലൂടെയാണ് ഈ പറയുന്ന ഒരു സ്റ്റോറി ഇതായതെന്ന് മൗണ്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട്. എന്താ പറയുക ഈ പറയുന്ന ഒരു ഫിലിമാണെങ്കിൽ ഭയങ്കര ഒരു ട്രാജിക് ആയിട്ടുള്ളൊരു ഇതാണ്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു ഹാപ്പി എൻഡിങ് ആയിട്ടുള്ള ഒരു ഫിലിമല്ല, ഭയങ്കര ഒരു ട്രാജിക് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്. നമ്മൾ ആ ഒരു എൻഡിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ പറയുന്ന ഒരു വ്യക്തി ആ ഒരു എൻഡിൽ മരിക്കുവാണ് ആ പറയുന്ന ഒരു ഫിലിം. അപ്പോൾ ആളുടെ കുട്ടികളെ ആരും നോക്കുമെന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിന് എന്താ പറയുക ആളുടെ ഫ്രണ്ടായിട്ട് ആളോട് പറയുന്ന ഒരു ആൻസർ ഉണ്ട്, യൂണിവേഴ്സായിട്ട് അവരെ ടേക്ക് കെയർ ചെയ്തോളൂ അല്ലെങ്കിൽ കെയർ ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ അതിൽ പുള്ളി അപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, യൂണിവേഴ്സ് ഒരിക്കലും റെൻറ്റ് പേ ചെയ്യില്ലല്ലോ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അവർക്ക് എന്തായാലും മുന്നോട്ട് പോകണമെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ആ ഒരു പണം എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന ഒരു
ഐഡിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു ഫിലിമിൽ വേറൊരു സ്റ്റേജിൽ ഈ പറയുന്ന ഒരു ഉസ്ബാലിന് ഈ പറയുന്ന ഒരു രോഗവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ മെഡിസിൻ എടുക്കൂ, മെഡിസിൻ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബെറ്റർ ആവും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ എന്തായാലും അവർ ബെറ്റർ ആവുന്നതിലുപരി മരിച്ചു പോകുന്നുള്ള ഉറപ്പാണ്. പക്ഷേ ആ പറയുന്ന ഒരു ഘട്ടം ഘട്ടമായിട്ട് നമ്മളെ ബെറ്റർ ആക്കി കൊണ്ടുവന്നിട്ട് ആ ഒരു മരണത്തിലോട്ട് എത്തിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിന് ഉസ്ബാൽ എന്ന് പറയുന്ന ക്യാരക്ടർ തിരിച്ച് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ മരിക്കും, പിന്നെ എന്തിനു ഞാൻ ആ ഒരു മെഡിസിൻ എടുക്കണമെന്ന് പറയുന്ന ഒരു ചോദ്യമൊക്കെ അത് ഭയങ്കര ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ളൊരു ഐഡിയ ആണ്, അല്ലെങ്കിൽ ഭയങ്കര ഫിലോസഫിക്കൽ ആയിട്ടുള്ളൊരു ഫിലിമാണ്. പുള്ളിയുടെ എല്ലാം അത്തരത്തിലുള്ളൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. നമുക്കത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു നമ്മളെ ഇന്റേണലി ഭയങ്കരമായിട്ട് ബാധിക്കും അതിൻ്റെ ഒരു ഐഡിയാസും കാര്യങ്ങളും. ആ ഒരു ഉസ്മാൻ എന്ന് പറയുന്ന ക്യാരക്ടർ ക്ലൈമാക്സിൽ മരിച്ചു കഴിയുമ്പോൾ തന്നെ ആൾ ഉദ്ദേശിച്ച ലൈഫ് ആൾക്ക് കിട്ടുന്നില്ല. ആളുടെ ഫാമിലി ആയിട്ട് ജീവിക്കാന്ന് പറയുന്നൊരു ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ കുട്ടികളെല്ലാം ഉപേക്ഷിച്ച് ആ പറയുന്നൊരു മരണത്തിന് കീഴടങ്ങുക എന്ന് പറയുന്നൊരു ഐഡിയ ഉണ്ട്. ആ പറയുന്ന ഒരു ഐഡിയയിലോട്ട് പോകണം. അതുകൊണ്ട് തന്നെ പുള്ളി കാരണം തന്നെ ഒന്നും അറിയില്ലാതെ കുറച്ച് വ്യക്തികൾ ആ പറയുന്ന ഒരു ഹീറ്റർ ലീക്കായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഗ്യാസ് ലീക്കായിട്ട് ആ പറയുന്ന വ്യക്തികൾ മരിക്കുന്നുണ്ട്. അതെല്ലാം ഒരു ഭയങ്കര ഒരു ട്രാജിക് ആയിട്ടുള്ള ഒരു ഇതാണ് ലൈഫിൽ. എന്താ പറയുക, നമ്മുടെ ലൈഫിൽ അങ്ങനെയാണ് ട്രാജിക് ആയിട്ടുള്ള മൊമെന്റ്സും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എല്ലാം കൂടിക്കലർന്നിട്ടുള്ള ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഇതിലാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഈ പറയുന്ന ഒരു ഫിലിം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ.